പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കർണാടകയിൽ വിവാദം വിട്ടൊഴിയാതെ കോൺഗ്രസ്. SDPIക്ക് വോട്ട് ചെയ്യാൻ പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. ഏപ്രിൽ 9 നടന്ന ദേവനഗരി സൗത്ത് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നേതാവിന്റെ സംഭാഷണം. മന്ത്രിയായിരുന്ന സമീർ അഹമ്മദ് ഖാന്റെ സംഭാഷണം പുറത്തായതാണ് കോൺഗ്രസിനെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ ആദർശ് ചേരുന്നുണ്ട്. ആദർശെ, കേരളത്തിൽ SDPIയുമായി കോൺഗ്രസിനുള്ള പ്രേമമൊക്കെ നമുക്കറിയാം. കർണാടകയിലും ഇപ്പോൾ അത്തരത്തിൽ SDPI വല്ലാത്തൊരു പ്രേമം ഉടലെടുത്തിരിക്കുകയാണ് കോൺഗ്രസിന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ശബ്ദരേഖയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇത് എങ്ങനെയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുന്നത്? ആദർശ്. അശ്വതി, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ തന്നെ ഈ ദേവനഗരി സൗത്ത് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്കെതിരെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മന്ത്രിയായിരുന്ന സമീർ അഹമ്മദ് ഖാന്റെ സംഭാഷണത്തിൻ്റെ ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ SDPIയുമായിട്ട് കോൺഗ്രസിലെ ചില നേതാക്കൾക്കുള്ള ബന്ധമാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കൃത്യമായി പറയുകയാണെങ്കിൽ മന്ത്രിയായിരുന്ന സമീർ അഹമ്മദ് ഖാൻ അവിടുത്തെ കർണാടകയിലെ മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡയറക്ടറുമായിട്ട് നടത്തിയ സംഭാഷണത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കല്ല SDPI സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന വിധത്തിൽ മാറിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ അവിടെ പല മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നേതാക്കളും SDPIയോട് അനുഭാവം പുലർത്തുന്നു, അതുമല്ലെങ്കിൽ SDPIയെ സഹായിക്കുന്നു. അവർക്ക് കോൺഗ്രസിനേക്കാൾ കൂറ് SDPIയോടാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു വിഭാഗം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ തെളിവായി ഈ സംഭാഷണം മാറിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന ഒരാൾ, അതുമല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ SDPIക്ക് വോട്ട് ചെയ്യാൻ പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും SDPI പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ പലപ്പോഴും സംശയ നിഴലിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഒരു മുതിർന്ന നേതാവിൻ്റെ സംഭാഷണം പുറത്തു വരുമ്പോൾ അത് പാർട്ടിയെ ആകെ പ്രതിസന്ധിയിലാക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലാണെങ്കിലും പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ SDPIയുമായുള്ള സഹകരണത്തിനുള്ള വാതിലുകൾ തുറന്നിടാറുണ്ട്. ഇപ്പോഴെന്തായാലും കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന ഈ വിവരങ്ങൾ അത് നേരത്തെ തന്നെ കോൺഗ്രസിനുള്ളിൽ ചർച്ചയായതും പാർട്ടിയിൽ തന്നെ ഇത്തരക്കാർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം ഉയരുകയും ചെയ്തതാണ്. ഇപ്പോൾ ശബ്ദ സംഭാഷണം പുറത്തു വരുമ്പോൾ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാരണം SDPIക്ക് വോട്ട് ചെയ്യാൻ പറയുന്ന നേതാവിൻ്റെ ശബ്ദ സംഭാഷണം പുറത്തു വരുമ്പോൾ അതിൽ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യം ശക്തമാകും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ DK ശിവകുമാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും മന്ത്രിസഭ അധികാരമേൽക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്ന ഈ ശബ്ദ സംഭാഷണം അത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കും ഭീകരവാദ സംഘടനകളുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധമുണ്ടെന്നുള്ള ആരോപണം BJPയുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സംഭാഷണം വിവാദമാകുന്നത്. ശരി ആദർശ്, വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്. എന്തായാലും വിവാദങ്ങൾ കൊണ്ട് കഴുത്തറ്റം മുങ്ങുകയാണ് കർണാടകയിലെ കോൺഗ്രസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഈ ഭീകര സംഘടനയുമായുള്ള കോൺഗ്രസിന്റെ അവിശുദ്ധ കൂട്ടുകെട്ട്, അവിശുദ്ധ പ്രേമം, അവിശുദ്ധ സഖ്യം വീണ്ടും വെളിച്ചത്തായിരിക്കുന്നു. എന്തായാലും പുതിയ മന്ത്രിസഭ അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രി അധികാരത്തിലേറാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു വലിയ ഇടുത്തി പോലെയാണ് ഈ ഒരു ഓഡിയോ സന്ദേശം പുറത്തായിരിക്കുന്നത്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും SDPI പോലുള്ള ഭീകര സംഘടനയുമായുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ ഒരു SDPIക്ക് വോട്ട് ചെയ്യാൻ പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലാണ് അവിടുത്തെ കോൺഗ്രസും നേതാക്കളും.